മലയാളത്തിൽ പത്രങ്ങൾ കുംഭകോണം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ഭാഷയ്ക്ക് അങ്ങനെ ഒരു വാക്ക് സംഭാവന ചെയ്തത് കോൺഗ്രസ് ആയിരുന്നു. പതിറ്റാണ്ടുകൾക്ക് മുൻപ് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് നടന്ന വൻകിട കൊള്ളയെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെയുള്ള വാർത്തകൾ എഴുതി തുടങ്ങിയത്. അപ്പൊ അഴിമതിയുടെയും തട്ടിപ്പിന്റെയും ഒരു നീണ്ട ഭൂതകാലം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദമായി ഇന്ത്യയിൽ കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന്റെ റോളിലാണുള്ളത്. അധികാരം നഷ്ടപ്പെട്ടു. പക്ഷെ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കോൺഗ്രസിൽ അഴിമതി അവസാനിക്കുകയല്ല ചെയ്തത്. അഴിമതിയുടെ പുതിയ അവസരങ്ങൾ തേടി കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. സമീപകാലത്ത് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അത്തരത്തിലുള്ള പുതിയ തട്ടിപ്പുകളെയും അഴിമതിയെയും കുംഭകോണത്തെയും സംബന്ധിച്ചുള്ളതാണ്. ഇപ്പോ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ പണമുണ്ടാക്കാനായി കോൺഗ്രസിന്റെ നേതാക്കൾ കണ്ടെത്തിയിട്ടുള്ള മാർഗം സീറ്റുകൾ വിൽക്കുക എന്നതാണ്. നിയമസഭാ സീറ്റ് മുതൽ പാർലമെന്റ് സീറ്റും രാജ്യസഭാ സീറ്റും എല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അഴിമതിയുടെ ഒരു പുതിയ മുഖം തുറന്നിരിക്കുകയാണ് രാജ്യത്തെ കോൺഗ്രസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. ഹരിയാനയിലെ സീറ്റ് കുംഭകോണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിക്ക് മത്സരിക്കാൻ നിയമസഭാ സീറ്റ് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് 7 കോടിയോ മറ്റോ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ കൈപ്പറ്റിയെന്നാണ് മഹിളാ കോൺഗ്രസ് നേതാവിന്റെ ഭർത്താവ് ഗൗരവ് കുമാർ പരാതി നൽകിയിരിക്കുന്നത്, വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷുമാണ് ആരോപണ വിധേയരായിട്ടുള്ളത്. ഇപ്പൊ പോലീസ് കേസെടുത്തിരിക്കുന്നു. ഇത് സംബന്ധിച്ച് കേവലം ഒരു ആരോപണം മാത്രമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ. ഈ ആരോപണത്തെ സാധൂകരിക്കാൻ മതിയായ തെളിവുണ്ട് എന്നാണ് കാണുന്നത്. KC വേണുഗോപാലിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും PA-മാരും അവർ നേരിട്ടും പണം കൈപ്പറ്റിയതായാണ് ആരോപണം. ഈ 2 പേരുടെയും PA-മാരെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നു. അതൊരു കുറ്റസമ്മതമാണ്. ഗൗരവ് കുമാറിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഈ നടപടി. PA വഴി പണം കൈപ്പറ്റി എന്നതിന്റെ തുറന്ന കുറ്റസമ്മതമാണ്. ആരോപണം നേരിടുന്ന മൂന്നാമനെ സംബന്ധിച്ചാണെങ്കിൽ മകന്റെയും PA-യുടെയും അദ്ദേഹത്തിന്റെ തന്നെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചുവെന്നാണ്. ഗൗരവ് കുമാർ തെളിവുകളുടെ ഭാഗമായി വാട്സാപ്പ് ചാറ്റുകളും മറ്റും പുറത്തുവിട്ടു. ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന്റെ രേഖാപരമായ തെളിവുകൾ, ആശയവിനിമയം നടത്തിയതിന്റെ വാട്സാപ്പ് ചാറ്റുകൾ, ഇതെല്ലാം തെളിവുകളായി ഇന്ന് രാജ്യത്തിന്റെ മുൻപിലുണ്ട്. ഈ ആരോപണങ്ങളെ ശരിവെക്കും വിധം AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അവരുടെ PA-മാരെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയതായും വാർത്ത കാണുന്നു. അപ്പോ ഈ കുംഭകോണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിൽ ഇനി ആരോപണം എന്ന് പറയാനാവില്ല. ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യം. ഇത് തീർത്തും ഒറ്റപ്പെട്ടൊരു അനുഭവമല്ല. ഇപ്പോ ബീഹാറിൽ നിന്നും ഇതേ പരാതി പുറത്തു വരുന്നു. ഇന്ന് വാർത്ത അതാണ്. ബീഹാറിൽ കോൺഗ്രസ് മത്സരിച്ച സീറ്റുകളിൽ 90% പരാജയപ്പെടുകയാണ്. അങ്ങനെ 90% സീറ്റുകളിലും പരാജയപ്പെടാൻ കാരണം യാതൊരു സ്വീകാര്യതയും യോഗ്യതയും ഇല്ലാത്തവരെ പണം വാങ്ങി സീറ്റ് കൊടുത്തത് കൊണ്ടാണ് എന്നാണ് ആരോപിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു MLA തന്നെയാണ് ഈ ആരോപണം, ഈ പരാതി ഉന്നയിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുകയും നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരിയാനയ്ക്ക് പുറമെ ബീഹാറും സീറ്റ് കുംഭകോണത്തിന്റെ പേരിൽ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യം, ഏറെ പ്രാധാന്യമുള്ള നമ്മുടെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു കുംഭകോണത്തിന്റെ വാർത്ത. അതിൽ പണം വാങ്ങിയവരായി ആരോപിക്കപ്പെടുന്ന 2 പേർ മലയാളികൾ കൂടിയാണ്. പക്ഷെ മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മാധ്യമങ്ങളുടെ വക ഒരു കോൺഗ്രസ് സഹായം.
വാർത്ത കൊടുക്കുന്നവർ തന്നെ ഒന്ന് കൊടുത്തെന്ന് വരുത്തി ചടങ്ങ് തീർക്കുകയാണ്. നമ്മുടെ മുൻപിൽ കോടിക്കണക്കിന് രൂപ കോഴയായി കൈപ്പറ്റിയത് സംബന്ധിച്ച തെളിവ് സഹിതമുള്ള ആരോപണം. അതിനെ മാധ്യമങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നത് ഒരുപക്ഷെ ഭാവിയിൽ മാധ്യമ വിദ്യാർത്ഥികൾക്ക് കൗതുകകരമായ ഒരു പാഠമായി അവശേഷിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹരിയാനയിലും ബീഹാറിലും മാത്രമല്ല, രാജ്യവ്യാപകമായി ഈ കച്ചവടം നടക്കുന്നുവെന്നാണ് മനസ്സിലാവുന്നത്. അത് നിയമസഭാ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പൊ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു നിയമസഭാ സീറ്റിന് ഏതാണ്ട് ദേശീയ നിലവാരം 7 കോടി രൂപയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ഒരു രാജ്യസഭാ സീറ്റ്, ഒരു രാജ്യസഭാംഗത്വം ഇതുപോലെ പണം വാങ്ങി വിൽപ്പന നടത്തിയതാണെന്ന ആരോപണവും ചർച്ചയും മുൻപ് ഉയർന്നു വന്നിട്ടുള്ളത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ നിന്നും ഒരു വാർത്ത വന്നു. 4 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചയാൾ മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞു, മേയർ സ്ഥാനം ലഭിക്കാതിരുന്നത് പണം കൊടുക്കാത്തതുകൊണ്ടാണ്. ആദ്യമായി ജയിച്ചയാളെ മേയറാക്കി പണപ്പെട്ടിയുമായി അയാൾ ഓടി നടക്കുകയായിരുന്നു. ആ പണപ്പെട്ടിയുടെ പ്രതിഫലമാണ് മേയർ സ്ഥാനം. ഇന്ന് ആരോപണ വിധേയരായിട്ടുള്ള ചിലരെ അന്നും തൃശൂർ മേയർ സ്ഥാനം കച്ചവടം ചെയ്തത് സംബന്ധിച്ചും അന്ന് പരാതി, ആരോപണം ഉയർന്നു വന്നിരുന്നു. അപ്പോ പഞ്ചായത്ത് മുതൽ പാർലമെന്റ് വരെ സീറ്റ് വിൽക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. മോഷ്ടാക്കളുടെ ദേശീയ പാർട്ടി എന്ന നിലയിലാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴയെല്ലാം കൈപ്പറ്റുക, എല്ലാ വെട്ടിപ്പും നടത്തുക, പണം കോഴയായി കൈപ്പറ്റുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറി. സുകുമാർ അഴീക്കോട് മാഷോ മറ്റുമാണെന്ന് തോന്നുന്നു മുൻപൊരിക്കൽ പറയുകയുണ്ടായി, കോൺഗ്രസിന്റേത് കൈപ്പത്തിയല്ല കൈപ്പറ്റിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൈപ്പത്തി കോൺഗ്രസ് എന്നല്ല, കൈപ്പറ്റി കോൺഗ്രസ് എന്ന് പറയണം. കോഴ, തട്ടിപ്പിലൂടെയുള്ള പണം, പിരിവിലൂടെയുള്ള പണം, ഇതെല്ലാം കൈപ്പറ്റുന്ന പാർട്ടിയായി, അടിച്ചു മാറ്റുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിലും ഇങ്ങനെയുള്ള സീറ്റ് വിൽപ്പന നടന്നതായിട്ട് പ്രാഥമികമായി തന്നെ നിരീക്ഷിച്ചാൽ ചില മണ്ഡലങ്ങളിലെങ്കിലും നമുക്ക് കാണാനാവും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ്, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം വരുന്നതിനു മുൻപ്, ഏറെ നാൾ മുൻപ് മുതൽ കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിച്ചു. അത് മാധ്യമങ്ങൾക്കും അറിയുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തുകയാണ്, വൻതോതിൽ പണം ചെലവഴിക്കുകയാണ്. വൻതോതിൽ പണം ചെലവഴിക്കാൻ കഴിവുള്ള ചില ധനാഢ്യർ ആദ്യമേ പണം കൊടുത്ത് സീറ്റ് ഉറപ്പിച്ചതിന്റെ തെളിവാണത്. വൻതോതിൽ പണം ചെലവഴിക്കുന്നു. നിയോജക മണ്ഡലത്തിൽ പ്രത്യേകമായി ഒരു വീട് എടുത്ത് അവിടെ താമസം ആരംഭിക്കുന്നു. മാസങ്ങൾക്ക്, വർഷങ്ങൾക്ക് മുൻപാണ്. 2 വർഷമൊക്കെയായി സീറ്റ് വിലയ്ക്ക് വാങ്ങി ഇങ്ങനെ മത്സരരംഗത്ത് സ്ഥാനാർത്ഥിയായി നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ കേരളത്തിൽ എത്ര സീറ്റ് വിറ്റു, എത്ര പണം അതുവഴി കിട്ടി എന്നുള്ളത് ഒരു പക്ഷേ ഭാവിയിൽ വാർത്തകളായി തെളിവുകൾ സഹിതം പുറത്തു വന്നേക്കാം. ജനാധിപത്യത്തെ മലീമസമാക്കുന്ന തിരഞ്ഞെടുപ്പുകളെ കുംഭകോണം നടത്താനുള്ള അവസരമായി മാറ്റുന്ന കോൺഗ്രസിനെതിരായി എല്ലാ ജനാധിപത്യ വിശ്വാസികളും രംഗത്ത് വരേണ്ട ഒരു സമയമാണ്.